ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ഇഡലിപ്പൊടി ഉണ്ടാക്കിയാലോ? ഇഡലിപ്പൊടിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. രണ്ടിനും നല്ല ടേസ്റ്റാണ്. അതിനായി ഞാനിവിടെ ഒരു നാഴി പുഴുക്കലരി എടുത്തിട്ടുണ്ട്, അരനാഴി കടലപ്പരിപ്പ്. അളവിന് നാഴി വേണമെന്നൊന്നുമില്ല, നമുക്ക് കപ്പിലെടുക്കാം. എത്ര അരി എടുക്കുന്നോ അതിന്റെ അരഭാഗം വേണം കടലപ്പരിപ്പ് എടുക്കാൻ. അര ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ പീസ് കായം, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ വെള്ള ഉഴുന്ന്, 2 നുള്ള് ഉലുവ, 7 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഈ ചേരുവകളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് അരിയിട്ട് വറുക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ലോ ഫ്ലെയിമിലിട്ട് വറുക്കരുത്, അരി തരിച്ചു പോവും. ഒന്ന് പൊരിഞ്ഞു വന്ന ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചുവക്കെ വറുക്കണം. ഇത് എത്ര വറുക്കുന്നോ അത്രയും മണവും രുചിയും കൂടും. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ടാൽ കരിയില്ല. അരി വറുത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതേ ചീനച്ചട്ടിയിൽ ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കായമിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. കായം എടുത്തു മാറ്റിയ ശേഷം അതിലേക്ക് വറ്റൽമുളകിട്ട് ഒന്ന് വറുത്തെടുക്കാം, കരിഞ്ഞു പോവരുത്. വളരെ കുറച്ച് എണ്ണ ബാക്കിയുണ്ടാവും. അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പ് കൂടിയിട്ട് ചുവക്കെ വറുത്തെടുക്കാം. നല്ലപോലെ മൊരിഞ്ഞാൽ നല്ല മണം കിട്ടും നമ്മുടെ ഇഡലിപ്പൊടിക്ക്. പരിപ്പുകളെല്ലാം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ, കുരുമുളക്, ജീരകം, ഉലുവ, അതുകൂടിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് വറുക്കാം. കറിവേപ്പില നല്ല ക്രിസ്പിയായി പൊടിഞ്ഞു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ആവശ്യത്തിന് മൊരിഞ്ഞു എന്നാണ് അർത്ഥം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ച അരിയും മുളകൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കാം. നമ്മുടെ ഇഡലിപ്പൊടിക്ക് ഉപ്പ് വേണമല്ലോ, അതിനൊരു ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് ഒന്നുകൂടി വറുക്കാം. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വറുക്കുന്നത്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത ശേഷം നമുക്കിതിനെ മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം. ചിലർക്ക് വളരെ ഫൈനായി പൊടിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഇഡലിപ്പൊടി അത്ര ഫൈനായി പൊടിക്കാറില്ല. ഇതിപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ആദ്യം മുഴുവനും പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയൂടെ എടുത്ത് പൊടിച്ച ശേഷം അരിച്ചെടുക്കാം. ഈ ഇഡലിപ്പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്തു വെക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് അത് കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിനകത്തൊന്നും എടുത്ത് വെക്കേണ്ട, ഷെൽഫിൽ എടുത്ത് വെച്ചാൽ മതി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കുകയും വേണം. എന്നല്ലേ നമുക്ക് അടുത്ത വീഡിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഡലിപ്പൊടിൻ്റെ ടേസ്റ്റ് നോക്കിയില്ലല്ലോ, ഉപ്പും മുളകും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പൊടിച്ചതിൻ്റെ ചെറിയൊരു ചൂടുണ്ട്, അതുകൂടി ഒന്ന് മാറിയ ശേഷം നമുക്കതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വയ്ക്കാം. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.